T20 വേൾഡ് കപ്പ് ഫൈനൽ മത്സരത്തിൽ ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടത് 30 പന്തിൽ 30 റൺസ്. ഏതൊരു ടീമിന്റെയും ആരാധകർ നിരാശരായി പ്രതീക്ഷ കൈവിടുന്ന നിമിഷം. എന്നാൽ ഇന്ത്യൻ ആരാധകർ പ്രതീക്ഷ കൈവിടില്ല. കാരണം ഇന്ത്യ എന്ന കപ്പലിന്റെ കപ്പിത്താൻ സാക്ഷാൽ രോഹിത് ഗുരുനാഥ് ശർമ്മയാണ്. ഈ ടൂർണമെന്റിന്റെ തുടക്കം മുതൽ ഇന്ത്യയുടെ വിജയങ്ങളിൽ രോഹിത്തിന്റെ ക്യാപ്റ്റൻ ബ്രില്യൻസിന്റെ പങ്ക് വളരെ നിർണായകമാണ്. ഈ ടൂർണമെന്റിലുടനീളം 2 സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരെ പുറത്തെത്തി അക്സർ പട്ടേലിനെ കളിപ്പിക്കാനുള്ള തീരുമാനം രോഹിത് ബ്രില്യൻസിന്റെ മികച്ച ഉദാഹരണമാണ്. 125 മില്യണിലധികം വരുന്ന ഇന്ത്യൻ ആരാധകർ തങ്ങളുടെ വിശ്വാസം രോഹിത് ശർമ്മ എന്ന കപ്പിത്താനിൽ നിസ്സംശയം ഏൽപ്പിച്ചു. ഇന്ത്യയുടെ വജ്രായുധം ജസ്പ്രീത് ബുംറ ലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യൻ ആരാധകരെയും തന്റെ സ്വന്തം കുടുംബത്തെയും സാക്ഷി നിർത്തി തുടരെ ഇൻ സ്വിംഗറുകളും ഔട്ട് സ്വിംഗറുകളും എറിഞ്ഞപ്പോൾ സൗത്ത് ആഫ്രിക്കൻ ബാറ്റ്സ്മാൻമാർക്ക് അതിനൊരു മറുപടിയും ഉണ്ടായില്ല. തന്നിൽ ക്യാപ്റ്റനും തന്റെ രാജ്യവും അർപ്പിച്ച വിശ്വാസം ഹാർദിക് പാണ്ഡ്യയും കാത്തു. 17ാം ഓവറിൽ മിന്നൽ അർദ്ധ സെഞ്ചുറിയുമായി ഫോമിലായിരുന്ന ഹെൻറിച്ച് ക്ലാസിനെ ഹാർദിക് പാണ്ഡ്യ പുറത്താക്കി. ഔട്ട്ഫീൽഡിൽ മിന്നൽ ഫീൽഡിങ്ങുമായി സൗത്ത് ആഫ്രിക്കയുടെ മേൽ ഇടിമിന്നലായി പതിച്ചത് സാക്ഷാൽ സൂര്യകുമാർ യാദവ്. അവസാന ഓവറും ഹാർദിക് പാണ്ഡ്യ ഭംഗിയായി എറിഞ്ഞ് പൂർത്തിയാക്കുമ്പോൾ ഇന്ത്യയുടെ വിജയം പൂർണ്ണം. It's India who win the T20 World Cup after 17 years. The drought is over. An ICC tournament after 13. They all go to ground. They worked extremely hard for this. Have a look at the support staff there. And they become the unbeaten team to hold the trophy. 50th win for Rohit Sharma as captain in T20s and the first captain to do so.